സുനിൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമായി കേരളത്തിൽ ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇനിയും 7 ദിവസം മാത്രം തെരഞ്ഞെടുപ്പിന് ശേഷിക്കെ മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള അവസാന ശ്രമങ്ങളിലുമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്തുകൊണ്ടും ഈ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലം തന്നെയാണ്. 3 പ്രാവശ്യം തിരുവനന്തപുരത്തെ MP ആയി വിജയിച്ച ശ്രീ ശശി തരൂരിനെ നേരിടുന്നത് കേന്ദ്രമന്ത്രിയും IT രംഗത്തെ വിദഗ്ധനുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. ഇടത് മുന്നണി സ്ഥാനാർത്ഥിയായി CPI മുൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്ന്യൻ രവീന്ദ്രനും മത്സരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഇവിടെ BJP വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. 2009-ലും 2014-ലും 2019-ലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് നേതാവും വിശ്വപൗരൻ എന്ന വിശേഷണമുള്ള ശ്രീ ശശി തരൂരാണ് വിജയിച്ചത്. 2014-ൽ BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ O രാജഗോപാലിനെ വെറും 15,470 വോട്ടുകൾക്കാണ് ശ്രീ ശശി തരൂർ തോൽപ്പിച്ചത്. ഇത്തവണ ചിത്രം വ്യത്യസ്തമാണ്. ശ്രീ ശശി തരൂരിനെതിരെയുള്ള ഒരു വികാരം മണ്ഡലത്തിൽ ഉടനീളം കാണാനുണ്ട്. 15 വർഷം MP ആയിരുന്നിട്ടും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിന് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ദോഷകരമായ കാര്യം. പല വാഗ്ദാനങ്ങളും അദ്ദേഹം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. തിരുവനന്തപുരത്തെ ബാർസലോണ നഗരം പോലെയാക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ വാഗ്ദാനം നൽകിയിരുന്നത്. അതെല്ലാം പാഴ്വാക്കുകളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നിരാശ തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ പ്രകടമാണ്. തന്നെയുമല്ല, എല്ലാ പ്രീ പോൾ എക്സിറ്റ് സർവേ ഫലങ്ങളും നരേന്ദ്രമോദി നയിക്കുന്ന BJP 3-ാം വട്ടവും അധികാരത്തിലെത്തും എന്ന് പ്രവചിക്കുകയാണ്. ശശി തരൂരിൻ്റെ പ്രചരണ സമയങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ പ്രതിഷേധവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീ ശശി തരൂർ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിരുന്നത് ഒരു പ്രതിപക്ഷ MPക്ക് പരിമിതികളുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കാൻ ഇത് ഒരു കാരണമാകും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൻ്റെ സഹമന്ത്രിയാണ്. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ MP കൂടെയാണ് അദ്ദേഹം. അഞ്ച് വർഷത്തെ സമയമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ വോട്ടർമാരോട് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വികസനത്തിൻ്റെ അത്യുന്നതിയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അത് ഇപ്രകാരമാണ്: കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നിവയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ കോവളം ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും LDFൻ്റെ കൈവശമാണ്. ഇപ്പോൾ ഉള്ളത് കോവളം മണ്ഡലം കോൺഗ്രസിൻ്റെ പക്കലാണുള്ളത്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. നേമം മണ്ഡലത്തിൽ നിന്നുമാണ് BJPക്ക് കേരളത്തിൽ ആദ്യമായി ഒരു MLA ഉണ്ടായത്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ O രാജഗോപാലാണ് വിജയിച്ചത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ BJPയാണ് 2-ാം സ്ഥാനത്ത് വന്നത്. അതുപോലെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്ത് ആയെങ്കിൽ പോലും 35,000-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചു.
നെയ്യാറ്റിങ്കര, കോവളം, പാറശാല മണ്ഡലങ്ങളിൽ ആവറേജ് 25,000-നും 30,000-നും ഇടയ്ക്ക് വോട്ട് ഷെയർ BJPക്കുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, നാടാർ സമുദായങ്ങൾക്ക് നല്ല പ്രാതിനിധ്യമുള്ള മണ്ഡലങ്ങളാണ് ഇവ മൂന്നും. ലത്തീൻ, കത്തോലിക്ക വിഭാഗങ്ങൾക്കും മുൻഗണനയുള്ള ഈ പ്രദേശങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ നല്ല ഒരു വോട്ട് ഷെയർ BJPക്ക് ഇത്തവണ കിട്ടാൻ സാധ്യതയുണ്ട്. കാലങ്ങളായി ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം വോട്ടർമാരുടെ ഒരു വിഭാഗവും മാറുന്ന സാഹചര്യങ്ങളിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. 2019 തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ ശ്രീ ശശി തരൂരിനോട് 99,989 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അന്ന് കുമ്മനം നേടിയ വോട്ടുകൾ 3,16,142 വോട്ടുകളാണ്. ഈ വോട്ട് ഷെയറാണ് BJPയുടെ അടിസ്ഥാനമായി വോട്ട് ഷെയർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. LDF മുന്നണിക്ക് വേണ്ടി CPI നേതാവ് ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. തിരുവനന്തപുരത്തെ മുൻ MP കൂടിയാണ് അദ്ദേഹം. 2019 ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPI നേതാവ് ശ്രീ C ദിവാകരന് 2,58,556 വോട്ടുകൾ മാത്രമേ സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതും ഈ അവസരത്തിൽ സ്മരണീയമാണ്. പക്ഷപാത രാഷ്ട്രീയമുള്ള പല മലയാള ചാനലുകളും ഒരു UDF വിജയമാണ് പ്രീ പോൾ എക്സിറ്റ് സർവേയിൽ പ്രവചിച്ചതെങ്കിലും BJP സ്ഥാനാർത്ഥി അവസാന ലാപ്പിൽ വളരെ മുന്നിൽ എത്തിയെന്നുള്ളതാണ് വസ്തുത. തന്നെയുമല്ല, ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെടുത്തി ഡൽഹിയിൽ നിന്നുള്ള ഒരു യുവതിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മണ്ഡലത്തിൽ മങ്ങലേൽപ്പിച്ചിരിക്കുന്നു. 2011 സെൻസസ് പ്രകാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 69% ഹിന്ദു ജനസംഖ്യയാണ്. 17% ക്രിസ്ത്യൻ വോട്ടർമാരും 13% മുസ്ലിം വോട്ടർമാരും ഈ മണ്ഡലത്തിലുണ്ട്. വ്യക്തിപരമായി സ്ഥാനാർത്ഥികളുടെ കാര്യം എടുത്താൽ തന്നെ BJP നയിക്കുന്ന NDA മുന്നണി സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ മറ്റ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിതാവ് ശ്രീ ചന്ദ്രശേഖർ ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ കമ്മഡോർ ആയിരുന്നു. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനിച്ചത്. US-ലെ ഇല്ലിനോയ്സിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി നേടി. 1994 BPL മൊബൈൽ കമ്പനിക്ക് രൂപം കൊടുത്തു. 2008 ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ പോർട്ടൽ തുടങ്ങി. ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ്, കന്നഡ ചാനലായ സുവർണ ന്യൂസ്, ഹിന്ദി ചാനൽ റിപ്പബ്ലിക് TV എന്നിവയുടെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കമ്പനിക്കാണ്. അവസാന ലാപ്പിൽ നമുക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് 37% വിജയസാധ്യത പ്രവചിക്കാം. 35% മാത്രമേ ശശി തരൂരിന് വിജയസാധ്യത കാണുന്നുള്ളൂ. അതുപോലെ 28% ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും വോട്ട് ഷെയർ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത്തവണ ശ്രീ ശശി തരൂരിനെ പിന്നിലാക്കി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്നാണ് അവസാന ലാപ്പിൽ നമുക്ക് കിട്ടുന്ന സൂചന. തെരഞ്ഞെടുപ്പിന് വെറും 7 ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ ഇനിയുള്ള ദിവസങ്ങൾ അടിയൊഴുക്കുകളുടെയും മറ്റും ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ദിവസങ്ങൾ കൂടിയാണ് ഇനിയുള്ള വോട്ടെടുപ്പ് ദിവസങ്ങൾ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ നമ്മൾ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും, ഇപ്പോൾ തീർത്തും മുന്നിൽ നിൽക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. പ്രചരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ മണ്ഡലത്തിൽ അപരിചിതനായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പതിനഞ്ച് വർഷം വെറുതെ കളഞ്ഞ ശശി തരൂരിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ് എന്ന് ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു.